ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോസൊക്കെ ഇട്ടപ്പോഴത്തേനും കുറച്ച് കമൻറ്റ് വന്നായിരുന്നു, സൗണ്ട് ഇല്ല എന്നുള്ളത്. ആക്ച്വലി എൻ്റെ വീഡിയോസ് പിന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും നിങ്ങൾ പറയുന്നത് പോയിട്ടാണ്, കാരണം ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. പക്ഷേ അതിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചു, പുതിയൊരു മൈക്ക് വാങ്ങി. പക്ഷേ പുതിയൊരു മൈക്ക് വാങ്ങിയാൽ അതിൽ എനിക്കൊരു അബദ്ധം പറ്റി. ആക്ച്വലി ഞാൻ വാങ്ങിയപ്പോൾ എന്താ ഐഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ നോക്കിയില്ല. ബട്ട് ലക്കെന്ന് പറയട്ടെ, ആൻഡ്രോയിഡ് ഫോണ് ഉള്ളത് കൊണ്ട് എനിക്ക് മൈക്ക് ഉപയോഗപ്പെട്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ ആൻഡ്രോയിഡിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഐഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോട്ടെ, നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. എനിക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ വന്നതിൻ്റെ ഒരു സർജറി ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അത് കാരണം ഫേസിൽ വന്ന കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇത് എങ്ങനെ വന്നു, എന്താ പറ്റിയത്, എന്താ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചത് എന്നുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പം സ്റ്റിൽ ഇപ്പോഴും എന്താ എൻ്റെ കയ്യബദ്ധം കൊണ്ടാണ് ഞാൻ റെസ്റ്റിലായിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് ഓക്കെയാണ്, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ശരി എന്താ എനിക്ക് പറ്റിയത്, അല്ലെങ്കിൽ ഇതിപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം എനിക്ക് ഈ ഒരു അസുഖം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പം നമുക്കൊന്ന് വരുമ്പോഴേ നമ്മൾ എന്താ അതിനെപ്പറ്റി തിരക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് നിങ്ങൾക്കിത് വന്നിട്ടുണ്ടോ, ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തുള്ളൂ. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇതൊരു മിക്ക ആൾക്കൊക്കെ വരുന്ന ഇതാണ്. അപ്പം ആക്ച്വലി എനിക്ക് വന്ന ഡിസീസ് കണ്ടീഷൻ്റെ നെയിം എന്ന് പറയുന്നത് പൈലോനോയിഡ് സൈനസ് എന്നാണ്. മലയാളത്തിൽ അതിനെ പൊന്നി എന്ന് പറയും. എൻ്റെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എനിക്കറിയില്ല ബാക്കിയുള്ളിടത്തൊക്കെ എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇത് ആക്ച്വലി വന്നത് ഞാനൊരു നശിച്ച സ്ഥലം എന്ന് തന്നെ പറയാം. +2 കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയ ആ ഒരു സ്ഥലത്ത് നരച്ചും എന്ന് വെച്ചാൽ ഒരുപാട് നേരം ട്രെയിനിലിരുന്ന് ട്രാവൽ ചെയ്യണമായിരുന്നു. കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു. അപ്പം ഇവിടെ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ട്രെയിൻ ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരുന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, നമുക്കെന്തോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഒരു വേദന, എന്തോ തട്ടുന്ന പോലെ ഒരു ഫീൽ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്താ അത്, വല്ല പൊക്കൽ വല്ലതായിരിക്കും, പിമ്പിൾസ് പോലെ വല്ല എന്തെങ്കിലും ആയിരിക്കും, അതായിരിക്കും നമുക്ക് തടയുന്നത് എന്നിങ്ങനെ തോന്നി. ഞാനത് വിട്ടു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അതെനിക്ക് വല്ലാണ്ട് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പം എനിക്ക് എന്തോ ഒരു ബാഡ് അടിക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞു. അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അപ്പം മിക്കവാറും ഇതാവാനാണ് സാധ്യത, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നോക്കിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. കാരണം ഇത് ആക്ച്വലി എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്, അമ്മയ്ക്കും വന്നിട്ടുണ്ട്. പക്ഷേ ലക്കിലി അവർക്കെന്ന് പറയുന്ന ഒരു തവണ വന്ന് പോയിട്ടേ ഉള്ളൂ. ഇത് ഒന്നിക്കൂടുതൽ തവണയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സീനാണ്. അപ്പം അമ്മ പറഞ്ഞു, എന്തായാലും ഇങ്ങനൊരു കണ്ടീഷൻ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ട്രാവൽ ചെയ്യണ്ട, മാമിനെ വിളിച്ച് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതൊരു പൊട്ട ഒരു പറയണല്ല. ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല. അപ്പം അവർ പറഞ്ഞു, അത് ലീവൊന്നും തരാൻ പറ്റാത്ത കോളേജാണ്, ചത്ത് കിടന്നാലും നമ്മൾ ക്ലാസ്സിൽ പോകണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അങ്ങനെ ലീവൊന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, വണ്ടികൾ ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്നിട്ട് അമ്മ പറഞ്ഞു, വേണ്ട, നീ പോകണ്ട, കാര്യം ഇതും വെച്ച് ട്രാവൽ ചെയ്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ പഠിക്കുന്നതെങ്കിലും ആ ഹോസ്പിറ്റലിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് കാണിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴേ നമുക്കൊരു ട്രസ്റ്റ്, അങ്ങനെ ഒരു ഇതുണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ആദ്യം പോകുന്നത് ഗോകുല മെഡിക്കൽ സെൻ്ററിലാണ്, ഇവിടെ ആറ്റിങ്ങലിലാണ് ഞാൻ പോകുന്നത്. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കാണിക്കാറായപ്പോഴത്തേനും അത് വലിയൊരു വലുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട്
പറ്റില്ല, കിടക്കാനും പറ്റില്ല. അതാ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലും എന്താ സ്ട്രെയിറ്റ് കിടക്കാനും പറ്റില്ല, ചരിഞ്ഞ് കിടക്കണം. നമ്മളിപ്പോൾ കിടന്നില്ലേലും ഇരിക്കുന്നില്ലേലും നിൽക്കുമ്പോഴായാലും നമുക്ക് ആ വേദന ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ നടുവെല്ലാം വേദനയ്ക്ക്, നമുക്ക് പനി വരും, നമ്മുടെ ശരീരം ആകെ നമുക്കുള്ള ഒരു എനർജി ഇല്ലാത്ത പോലെ, നമുക്കുള്ള ഭയങ്കര എന്തോ കുത്തി വേദനിക്കുന്ന പോലൊരിതാണ്. അങ്ങനെ എന്താ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ പൊട്ടിച്ച് പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് എന്താ ഇനി വന്ന സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ തിരിച്ചു പോയതിന് ശേഷം പിന്നെയും എനിക്കിതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി നാട്ടിൽ വരാമെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ലീവിന് നാട്ടിൽ വന്ന സമയത്ത് വേറെ ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ മാറ്റി കാണിച്ചു. അപ്പം അയാൾ എന്താ ചെറുതായിട്ടൊന്ന് മൈനറായിട്ടൊന്ന് സർജറി പോലെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാൻ എന്താ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലീവ് ആവുന്നു, അവർ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കറക്റ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്താ അപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. കുറച്ച് ദിവസത്തെ ലീവ് എടുത്തിട്ട് ഞാൻ എന്നും രാവിലെ ഡ്രസ്സ് ചെയ്യാൻ പോകുമായിരുന്നു, ട്രിപ്പ് ഇടാൻ പോകുമായിരുന്നു, രാവിലെ വൈകിട്ടും ഡ്രസ്സ് ചെയ്യാൻ പോകുമായിരുന്നു. അതായിരുന്നു എൻ്റെ എന്ന് വെച്ചാൽ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 വർഷം, ഏതാണ്ട് 2 വർഷം ഞാൻ ഇതും കൊണ്ട് നടന്നിട്ടുണ്ട്. കാരണം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ പിന്നും വരും, തനിയെ പൊട്ടും, എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഇത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ആ കോളേജിൽ നിന്ന് ഡ്രോപ്പൊക്കെ ചെയ്ത് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് ഇടയ്ക്ക് പിന്നെ കുറച്ചങ്ങോട്ട് എനിക്ക് വരാതെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്ന് കാണുന്നു. പിന്നെ ഇങ്ങ് വന്നതിന് ശേഷം വേറെ സ്ഥലത്ത് പഠിക്കാൻ പോവാൻ നേരത്താണ് പിന്നെ എനിക്ക് ഒരു തവണ ഇങ്ങനെ വന്നു, ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രത്ത് നിന്നിരുന്നത് കൊണ്ട് തന്നെ SP ഫോർട്ടിൽ കൊണ്ട് കാണിച്ചു. SP ഫോർട്ടിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് ഏകദേശം സർജറി ചെയ്യാനുള്ളൊരു തീരുമാനം വരെ എത്തിയതാണ്. പക്ഷെ ഡോക്ടർ വാസ് സോ റൂഡ് എന്ന് വെച്ചാൽ ഞാനിത് പിന്നും പഴയതുപോലെ ആദ്യം വന്നതുപോലെ പൊങ്ങി വന്ന് ഒട്ടും സഹിക്കാൻ വേണ്ടി ഇരിക്കാൻ വയ്യാണ്ട് കൊണ്ടുപോയി. ആളത് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയാൻ അറിയില്ല. എനിക്കറിയാം ആ വേദന എന്തിനെന്ന്. സ്റ്റിൽ എനിക്കിപ്പോൾ ആൾ പൊട്ടിക്കുന്നത് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ എനിക്ക് ആ വേദന മനസ്സിലാവും. പക്ഷെ എനിക്കത് പറഞ്ഞു തരാൻ ഒരിക്കലും പറ്റില്ല. അപ്പം ഇങ്ങനെ പൊട്ടിച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചപ്പോഴത്തേനും ഞാനിങ്ങനെ കൈ കൊണ്ടിങ്ങനെ, നമ്മളിപ്പോൾ കമന്നാണല്ലോ കിടക്കുന്നത്, കൈ കൊണ്ടിങ്ങനെ പിടിച്ചപ്പോഴത്തേനും എന്നെ സിസേഴ്സ് വെച്ച് അടിച്ച് എൻ്റെ കയ്യിൽ ഇങ്ങനെ അടിച്ച്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വേദന സഹിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് കുഴപ്പമില്ല, തീർന്ന് പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും. ഓക്കെ നമ്മുടെ ഇതിനല്ലേ, നമുക്ക് ഇത് ചെയ്യാമെന്ന്. പക്ഷെ ഇതിങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. എന്നിട്ട് സർജറി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കെന്തോ ആ ഡോക്ടറിൻ്റെ ഒരു തൃപ്തി ഇല്ലായിരുന്നു. അതായിരുന്നു മെയിൻ സംഭവം. ഡോക്ടറിൻ്റെ എനിക്കൊരു തൃപ്തി ഇല്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ കരഞ്ഞു. ഞാൻ സത്യം SP ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കരഞ്ഞത് എനിക്കിത് കുത്തി എടുത്തപ്പോൾ ഉള്ള വേദന കൊണ്ടല്ല, ഡോക്ടറിൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം എനിക്ക് കരച്ചിൽ വന്ന്. ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ സർജറി ചെയ്യില്ല, എനിക്കിവിടെ സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെ അയാൾ പിന്നെ പിറ്റേ ദിവസം ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കൂടുതൽ നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഞാൻ നഴ്സിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതിന് മുന്നേ എന്നെ ഡ്രസ്സ് ചെയ്ത് വിട്, എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോഴത്തേനും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഡോക്ടർ വന്ന് അയാൾ പിന്നെ വിട്ട്. എന്നാൽ നമുക്കിങ്ങനെ ഇങ്ങനെ അതിലിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞാൻ 2 ദിവസം ഡ്രസ്സ് ചെയ്യാൻ പോയി. പിന്നെ അവിടെ ഡ്രസ്സ് ചെയ്യാനും പോയില്ല. അത് കുറച്ചൊന്ന് ഉണങ്ങിയ പോലെ ആയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഇനി അങ്ങനെ വരണമെങ്കിൽ എന്തോ വരട്ട് സർജറി ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പിന്നും വീട്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് പിന്നും നമുക്ക് ആദ്യം ഒരു പനി പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. നമുക്ക് പനി പോലെ വന്നിട്ടാണ് എനിക്കിങ്ങനെ പൊങ്ങി വരാറ്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ചെറുതായിട്ട് പനി വന്നു. അപ്പം ഞാൻ വിചാരിച്ചാ അത് വരാൻ തന്നെ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞ്. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ആ കണ്ണാടിയിൽ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ മിററിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നോക്കുമ്പോൾ അവിടെ പൊങ്ങിയൊന്നും വന്നിട്ടില്ല, പക്ഷെ എനിക്ക് പനിയുണ്ട്. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ശരി അമ്മ,
എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് ഡോക്ടറിനെ കാണിക്കാം. ഞാൻ വീട്ടിലായിരുന്നുകൊണ്ട് എനിക്കിവിടെ RV ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് തന്നെ. അവിടെ എന്നെ കൊണ്ട് കാണിച്ചു. ആൻഡ് അവിടെ കൊണ്ടുവന്ന് കാണിക്കാനായിരുന്നു തോന്നുന്നു ഞാൻ ഇത്രയും ഡോക്ടേഴ്സിനെ ഇങ്ങനെ കണ്ടത് എന്നെനിക്ക് തോന്നുന്നു. നല്ലൊരു ഡോക്ടറായിരുന്നു. നല്ലൊരു ഡോക്ടർ എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. എന്നെ ആദ്യം ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ നല്ലതായിട്ട് എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടർ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം കാണിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു ബോധിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊരു വഴിയില്ല, എങ്ങനെ പോയാലും ഇത് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഓരോ തവണ വരും തോറും ഉള്ളിൽ ആ ഒരു ഇൻഫെക്ഷൻ്റെ ഇത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴേ സർജറി ചെയ്ത് കളഞ്ഞില്ല വെച്ചാൽ ഭാവിയിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നിൽക്കാനും പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും സർജറി ചെയ്യാൻ തീരുമാനിച്ചു. സർജറി ഞാനിവിടെ GGയിലാണ് ചെയ്തത്. ഇവിടെ ഭയങ്കര ഓപ്പറേഷൻ തിയേറ്റർ ഭയങ്കര അങ്ങോട്ട് ഫെസിലിറ്റീസ് ഉള്ളതല്ലതുകൊണ്ടും ആ ഡോക്ടർ GGയിലിരിക്കുന്ന ഡോക്ടറാണ്. അപ്പം വീക്ക്ലി വൺസ് ആണ് ഇവിടെ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യാൻ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ കാണിച്ചത്. അപ്പം ഞാൻ GGയിലാണ് സർജറി ചെയ്തത്. ട്രിവാൻഡ്രം GGയിലാണ് ഞാൻ സർജറി ചെയ്തത്. നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് സർജറിക്ക്. പക്ഷേ അവിടെയുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുമില്ല, മൈനർ സർജറിയാണ്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ഡോക്ടേഴ്സും, അനസ്തേഷ്യ ഡോക്ടേഴ്സൊക്കെ എന്നെ വന്ന് കണ്ട് എനിക്ക് ധൈര്യം തന്ന് സർജറി ചെയ്യാൻ പോകാൻ നേരത്തും എനിക്ക് എല്ലാവരും എൻ്റെ കൂടുതൽ ധൈര്യം തന്ന്. അനസ്തേഷ്യ കൊടുക്കുന്ന സമയമായിക്കോട്ടെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് സർജറിയാണ്. എനിക്ക് അങ്ങനെ സർജറി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു ട്രിപ്പ് പോലും ഇട്ടിട്ടില്ല. അങ്ങനെ പനി വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഗുളിക പോലും എനിക്കിങ്ങനെ കഴിക്കേണ്ട സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ സർജറി സ്മൂത്തായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അനസ്തേഷ്യ കാലിന് താഴോട്ട് മാത്രം, അരയ്ക്ക് താഴോട്ട് മാത്രം ഇത് മയക്കിയാൽ മതിയായിരുന്നു. ഞങ്ങളൊന്നും മയക്കേണ്ട ആവശ്യമില്ലെന്ന്, കാരണം താഴോട്ടല്ലേ ചെയ്യേണ്ടിയിരുന്നു. ഞാൻ കിടന്ന് ബഹളം വെച്ചു, അത്യാവശ്യം ബഹളം വെച്ചപ്പോഴത്തേനും എന്നെ ഫുൾ മയക്കി. പിന്നെ ഞാൻ എണീക്കുന്നത് സർജറി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പകുതി, നമുക്ക് സർജറി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളൊരു ആ ഒരു അനസ്തേഷ്യൻ്റെ ഒരു എഫക്റ്റിൽ കള്ളു കുടിച്ചൊരു എഫക്റ്റാണ് നമുക്ക്. അപ്പം ഞാനിങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവിടെ കിടന്ന് അച്ഛനെ കാണണം, അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല, പേടിക്കണ്ട, ഒരു കുഴപ്പവും ഇല്ല, അച്ഛനമ്മേനെ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അച്ഛനമ്മേനെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പിന്നെ അങ്ങോട്ട് ഒരു റെസ്റ്റിംഗ് പീരീഡ് തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യം ഒരാഴ്ചയല്ല 4-5 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ വീട്ടിൽ വന്ന് കറക്റ്റ് 1 മാസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പിന്നെ തിരിച്ച് പോയി പഠിക്കുന്നിടത്തോട്ട് പോയി. പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് അടങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര വല്ലാത്ത മടുപ്പാണ്, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റിലിരുന്ന സമയത്തായാലും ഞാൻ പോയി കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതിൻ്റെ തന്നെ ഇപ്പം ഞാൻ കിടന്ന് പിന്നെ അനുഭവിക്കുന്ന. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്ന് പഴുപ്പിങ്ങനെ വരാൻ തുടങ്ങി. ഉണങ്ങിയിരുന്നത് പിന്നും മാറി. അപ്പോൾ പഴുപ്പ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നും അതിനെ വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും അതെനിക്ക് ഇൻഫെക്ഷൻ പോലെ ആയി എന്ന് വെച്ചാൽ സർജറി ചെയ്തെടുത്തുനിന്ന് കണ്ടിന്യൂസ് പഴുപ്പിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരു ഓയിൽമെൻറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പഴുപ്പ് വരുന്ന സമയത്ത് ഇടുമായിരുന്നു, പക്ഷെ എന്നിട്ടും അത് നിന്നില്ല. അങ്ങനെ ഒരു മാസം, ഒരു 1.5 മാസം മുന്നേ ഞാൻ പിന്നും ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ ഡോക്ടർ ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞില്ല. കാരണം ഞാൻ ആ ഒരു കണ്ടീഷനിലാണ് എൻ്റെ സർജറി ചെയ്ത ആ സ്ഥലവുമായിട്ട് പോയത്. വേറെ ഡോക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ കിട്ടിയത് കണക്കായിപ്പോയി, നന്നായിപ്പോയി എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ എൻ്റെ പാവം എൻ്റെ ഡോക്ടർ എന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേനും
ഇപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് മോർണിംഗ് റുട്ടീൻ പോലെ എന്ന് പറയുന്നത് എണീക്കുക, പോവുക, ഡ്രസ്സ് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. കുറേ നാൾ ഡെയിലി പോകുമായിരുന്നു. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് പോകുന്നത്. പിന്നെ വീക്ക്ലി വൺസ് ഡോക്ടർ വരുമ്പോൾ എപ്പോഴും ഡോക്ടറിനെ കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിച്ച് കറക്റ്റ് ആ മരുന്ന് വെച്ച് ഇപ്പം ഓക്കെ, ഫുൾ ഓക്കെ ആയി. പഴുപ്പ് വരുന്നത് മാറി, ഓക്കെ ആയി. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങാനുണ്ട്. ഞാൻ എൻ്റെ ആ ഡോക്ടറിനെ ഞാൻ എപ്പോഴും ഓർക്കും. എപ്പം എല്ലാ വീക്കിലും കാണിക്കാൻ ചെല്ലുമ്പോഴും എങ്ങനെയുണ്ട് ആര്യ, സുഖമായിട്ടിരിക്കുന്ന, വേദനയുണ്ടോ, കുറവുണ്ടോ എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും. ഭയങ്കര എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡോക്ടർ ആവുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്യാൻ തയ്യാറായതും ഇപ്പം അത് എടുത്തു മാറ്റാൻ തയ്യാറായതും. എന്താ ആ ഒരു ധൈര്യം വന്നത്. അത് നന്നായിന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ പറയാണ്, നിങ്ങൾക്കും ഇങ്ങനത്തെ ഇതൊരു കോമൺ കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീട് എനിക്ക് വന്നപ്പം എനിക്ക് മനസ്സിലായി. സെയിം സിറ്റുവേഷനിൽ എൻ്റെ അനിയനും സർജറി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിലെ രണ്ടുപേരും എന്താ സെയിം കണ്ടീഷനിൽ ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ അനിയന് ഒരു തവണ വന്നപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് ഒരു തവണ വന്നപ്പോൾ തന്നെ അവൻ പോയി സർജറി ചെയ്തു. അതുകൊണ്ട് അവൻ്റെതും ഇപ്പോൾ ഓക്കെ ആയി. അപ്പം ഇതിപ്പം പാരമ്പര്യമാണ്, അതൊരു ഫാക്ടർ ആവാം. പിന്നെ കുറേ നേരം ഇരുന്ന് ട്രാവൽ ചെയ്യുന്നത്, പിന്നെ അവിടെ സ്വെറ്റ് തങ്ങി ഹെയറൊക്കെ വളരുന്നത്, അതും ഒരു കാരണമാണ്. ഈ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഫുഡ് ഹാബിറ്റും മാറ്റർ ചെയ്യും. ഒരുപാട് ബ്രോയിലർ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ജങ്ക് ഫുഡ്സൊക്കെ മാറ്റർ ചെയ്യും. പക്ഷേ ഞാൻ പറയുക വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ഒന്നിക്കൂടുതൽ തവണ വരുവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട, പോയി സർജറി ചെയ്തോ. നല്ല ഡോക്ടറുടെ അടുത്ത് പോയി സർജറി ചെയ്താൽ നിങ്ങൾക്ക് പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. സോ അത് തന്നെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം തോന്നി. ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇപ്പോഴും അത് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് സർജറി ചെയ്തു. എനിക്ക് ആ ഒരു ദുഷ്ട കോളേജ് കാരണമാണ് 2 വർഷം ഇതെനിക്ക് കൊണ്ട് നടക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം ആവില്ലായിരുന്നു. സീരിയസ്ലി ഇത് ഇത്രത്തോളം ആവില്ലായിരുന്നു. എന്തായാലും അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.